ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ കണ്ടാലോ? വേറെ ഒന്നുമല്ല, കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായിട്ട് ഇവിടെ വീട്ടിലുണ്ടായിരുന്നു പൂച്ചയായിരുന്നത്. കുറച്ച് ദിവസം മുന്നാണ് ആ പൂച്ച പ്രസവിച്ച് 4 പൂച്ചക്കുട്ടികളുണ്ടായത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള 4 പൂച്ചക്കുട്ടികൾ. കുറച്ച് ദിവസം അവിടെ അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് റൂമിൻ്റെ ഉള്ളിൽ 4 പൂച്ചക്കുട്ടികളെ കാണുന്നത്. പൊതുവെ എനിക്ക് പൂച്ചേനെ ഭയങ്കര പേടിയാണ്, പക്ഷേ ഈ പൂച്ചക്കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മൂവാണ്ടൻ മാവ് ഉണ്ടായിരുന്നു. മാവ് അധികം വലിപ്പമൊന്നും ആയിട്ടില്ല, ചെറിയ മാവാണ്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഉണ്ട് അതിൽ നിറച്ച് മൂവാണ്ടൻ മാങ്ങ ഉണ്ടായിരിക്കുന്നത്. മാവ് നല്ല ഹൈറ്റ് കുറവായ കാരണം മാങ്ങയൊക്കെ അത്രയ്ക്കും താഴെയാണ് ഉണ്ടായി നിൽക്കണത്. സ്വത്തു പറമ്പിൽ നല്ല കളിയായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കണേ. ഇങ്ങനെ കൃഷി ചെയ്യാനോ അതേപോലെ ചെടികൾ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയ്ക്ക്. പിന്നെ ഒരു ചെറിയ കൊപ്പക്കായയുടെ ചെടി, പിന്നെ മുളക്, കൈപ്പയ്ക്ക, നാരങ്ങ, പിന്നെ ഈ പേരക്കയുടെ ചെടിയുടെ കാര്യത്തിൽ ഇത് ഇപ്പോൾ തീരുമാനമായേനെ. അല്ലെങ്കിലും പണ്ടേ അമ്മയുടെ ചെടികൾ നശിപ്പിക്കുക എന്നുള്ളത് സ്വത്തുവിൻ്റെ ഒരു ഹോബിയാണ്. പിന്നെ അപ്പുറത്തെ പറമ്പിൽ ഒരു മഞ്ചാടിയുടെ മരം ഉണ്ട് കേട്ടോ. ആ മരത്തിൽ നിന്നുള്ള മഞ്ചാടിയൊക്കെ ഞങ്ങളുടെ പറമ്പിലേക്കാണ് വീഴുക. അപ്പം അങ്ങനെ വീഴുന്ന മഞ്ചാടി പറക്കി വെച്ചിരിക്കുന്നതാണ് അമ്മ. ഈ വീഡിയോ എടുക്കുമ്പോഴാണ് കേട്ടോ ഷെൽഫിലിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ ശ്രദ്ധിച്ചത്. ഇതൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നത് കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ഒരു 4-5 വർഷം മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റാണ് ഇതൊക്കെ. ത്രെഡ് കൊണ്ട് ചെയ്തിട്ടുള്ള പാരറ്റ്സ് ആണ്. അതേപോലെ തന്നെ ഒരു സമയത്തേക്ക് ബോട്ടിൽ ആർട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് കുറേ ബോട്ടിലുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചൊക്കെ എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തു. അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ബോട്ടിൽ ആർട്ടുകളൊക്കെ. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ചെടികളുണ്ട്. ഫ്ലവേഴ്സുള്ള പൂന്തോട്ടമല്ല, അതല്ലാതെയുള്ള ഗ്രീൻ പ്ലാന്റ്സ് ആണ് മൊത്തം. ഇതൊക്കെ കുറേ നാളായിട്ട് ഇവിടെയുള്ള ചെടികളാണ് കേട്ടോ. അമ്മ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഒരു പ്രശ്നമില്ലാണ്ട് ഇത്രയും നാളായിട്ട് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കണേ. പിന്നെ അത്രയും ഭംഗിയിലൊന്നും നല്ലതായിട്ട് അറേഞ്ച് ചെയ്തിരിക്കണേ. അമ്മയുടെ ഐഡിയയിൽ ഇങ്ങനെ വെച്ചിരിക്കണു എന്ന് മാത്രം. ഈ ഗാർഡനിങ്ങും കൃഷിയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ചെയ്യാൻ പൊതുവേ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കൂട്ടത്തിലാണ് ഞാൻ. എൻ്റെ അമ്മ ഇത് ഇത്രയും നാളായിട്ട് ക്ഷമയോടുകൂടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. പിന്നെ ചെറിയൊരു മീൻ കൃഷിയുണ്ട് കേട്ടോ ഇവിടെ. 3 പാത്രത്തിലായിട്ടാണ് മീനുകളെ വെച്ചിരിക്കുന്നത്. അത് ഉള്ളയിൽ വലിയ മീനുകൾ, പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റി വെച്ചിരിക്കുന്നതാണ്. വീഡിയോയിൽ അത്രയ്ക്കും ക്ലിയർ അല്ല മീൻ കുഞ്ഞുങ്ങൾ, പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറഞ്ഞോളൂ കേട്ടോ.